ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഫുഡ് റെസിപ്പീസ്. മഴയും തണുപ്പൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു ചീര വെജ് സൂപ്പാണ് ഇന്ന് തയ്യാർ ചെയ്യുന്നത്. ഒരു സ്റ്റോക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ചീരയുടെ തണ്ട്, 1-2 കഷ്ണം ബീൻസ്, ക്യാരറ്റിൻ്റെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന ആ ഭാഗമെല്ലാം മൂട് ഭാഗമൊക്കെ നമുക്കെടുക്കാം. ക്ലീൻ ചെയ്ത ശേഷം ഒരു സ്റ്റോക്ക് തയ്യാറാക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വന്ന ശേഷം ഒന്ന് തണുക്കാൻ വെച്ചിട്ട് ഇത് മിക്സിയിൽ അടിച്ച ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സോട്ട് ചെയ്യാനുണ്ട്. കുറച്ച് ബട്ടറിലോട്ട് സവോള, സ്വീറ്റ് കോൺ, 1-2 കഷ്ണം ബീൻസ്, ക്യാരറ്റ് ഇതെല്ലാം ഇട്ടൊന്ന്, അതുപോലെ നമുക്ക് ക്യാപ്സിക്കം, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതൊന്ന് സോട്ട് ചെയ്ത് വെന്ത് വന്ന ശേഷം നമുക്ക് ചീരയില ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജ് സ്റ്റോക്ക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് കുറുകി കിട്ടാനായിട്ട്, നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കുറുക്കി കിട്ടാനായിട്ട് നമ്മളിതിലോട്ട് കുറച്ച് 1 ടീസ്പൂൺ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്ത് കലക്കി ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് സ്റ്റോക്കിലോട്ട് 1 ടീസ്പൂൺ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് ചേർത്തിളക്കി ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ആവശ്യമായിട്ട് നമുക്ക് ക്രീം ഒക്കെ ചേർക്കാവുന്നതാണ്, ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് തയ്യാർ ചെയ്യുന്നത്. ഇത് നമുക്ക് ഇതിലോട്ട് തിളച്ച് വരുമ്പോൾ നല്ല കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർക്കുമ്പോൾ ഒന്നും കൂടെ ന്യൂട്രീഷ്യസ് ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കഴിക്കുമ്പോൾ എന്തെങ്കിലും കടിക്കാനൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ തിളപ്പിച്ച ശേഷം കുറച്ച് ബട്ടർ ചേർത്ത് സെർവ് ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഈ മഴയും തണുപ്പൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെയുള്ള ഹെൽത്തി സൂപ്പുകൾ ട്രൈ ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.